ഹലോ ഫ്രണ്ട്സ്, ഹെയർഫോർഡ് മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പോർട്ടുമരിയ എന്നുള്ള ഇറ്റാലിയൻ മോഡലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വില്ലേജ് ഉണ്ട് വെയിൽസിൽ. അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഈ പോർട്ട് മേരിയൻ എല്ലാ ദിവസവും ഓപ്പൺ ആണ്, ഫ്രം 9:30 to 5:30. ഇതിൻ്റെ മെയിൻ ഓപ്പണിംഗ് സീസൺ എന്ന് പറയുന്നത് മാർച്ച് ടു നവംബർ ആണ്. പിന്നെ ബോക്സിംഗ് ഡേയിലും ക്രിസ്മസ് ഡേയിലും ഇത് ക്ലോസ്ഡ് ആണ്. ബട്ട് ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ അതിൻ്റെ വെബ്സൈറ്റ് നോക്കിയിട്ട് പോകുള്ളൂ. നമുക്കറിയില്ല ഇവിടെ എപ്പോഴാണ് അവർ വർക്ക് നടക്കുന്നത്, എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. പിന്നെ ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്. അഡൽറ്റിന് 18 പൗണ്ടും പിന്നെ ചിൽഡ്രൻ 5 to 15 years 11 പൗണ്ടുമാണ്. ഫാമിലി ടിക്കറ്റും ഉണ്ട് 47 ഉണ്ട്. അപ്പോൾ നമ്മുടെ പേരൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് കാണിക്കാം. നമുക്കിതിൽ കയറുമ്പോൾ ഒരു ഇറ്റാലിയൻ മോഡലിലാണ് ഇത് മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അതിൻ്റെ മാപ്പാണ്. ഇത് അറൗണ്ട് 48 years കൊണ്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് 1925 മുതൽ 1973 വരെ എടുത്തു ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പ്രോജക്റ്റ്. ഇത് സർ ക്ലഫ് വില്യംസ് എന്ന് പറഞ്ഞ ഒരാളാണ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഭയങ്കര നേച്ചർ ലവർ ആയിരുന്നു. അപ്പോൾ പുള്ളിക്ക് പ്രകൃതി അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നതാണിത്. ഏത് പ്രായത്തിലുള്ളവർക്കും ഇവിടെ വരാം. നമ്മളൊക്കെ ഭയങ്കര എന്താണ്, എല്ലാ തരക്കാർക്കും കയറി ഇറങ്ങാവുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ തന്നെ ഇതിൻ്റെ ഫുള്ള് ഹിസ്റ്ററി നമുക്ക് ഓഡിയോ ആയിട്ട് കേൾക്കാം. അതിനുവേണ്ടിയുള്ള സജ്ജീകരണം അവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ഇറ്റലിയിലെ ഗ്രാമങ്ങളിൽ നിന്ന് പ്രചോദനം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണിത്. ഇത് ഭയങ്കര എസ്തെറ്റിക് ആയ ഒരു വൈബാണ് അവിടെ ഉള്ളത്. നമുക്കവിടെ ചെല്ലുമ്പോൾ കളേഴ്സ് കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കര കാമിങ് ആയിട്ടുള്ള കളേഴ്സാണ്. നമുക്കിത് അവിടെ കയറുമ്പോൾ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് അവിടെ ഉള്ളത്. ഇത് അവിടെ ഉള്ളൊരു മ്യൂസിയമാണ്. അവിടെ ഓൾഡ് കളക്ഷൻസ് ആണ് കൂടുതൽ അവിടെ നിന്ന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ. പിന്നെ ഇറ്റാലിയൻസിൻ്റെ അവരുടെ കാര്യങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നതൊക്കെ കൂടുതലും. പിന്നെ നിങ്ങൾ ഈ എൻട്രി ടിക്കറ്റ് എത്രയാണെന്നുള്ള വെബ്സൈറ്റിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ടേ പോകാവുള്ളൂ കേട്ടോ. കാരണം ഞാൻ ലാസ്റ്റ് ഇയർ ചെയ്ത വീഡിയോ ആണിത്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ, ഒരു അറൗണ്ട് 17 minutes ഉണ്ട്. കാരണം ഇത് മൊത്തം കവർ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഹോൾ ഡേ വേണം. അപ്പം അതൊരു 1 hour ഉള്ള വീഡിയോ ആണ്. ഞാൻ കട്ട് ചെയ്താണ് 70 minutes മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി. 1960s ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു. കാരണം ദ പ്രിസണർ എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ സീരിയൽ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ടൈമിൽ ഇത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു ഈ ഏരിയ. ഇത് അതിനുള്ളിലുള്ള ഒരു ഷോപ്പാണ്. നമുക്കിവിടെ ഷോപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഇതിൻ്റെ ഉള്ളിലൊരു ഹോട്ടലുണ്ട്. ഇത് പോർട്ടുമരിയൻ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. 1926 ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിന് വേറെ പ്രത്യേകത, ബിൽഡിങ്സ് എല്ലാം ട്രഡീഷണൽ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസൊക്കെ പ്രകൃതിയുമായിട്ട്, അതായത് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഇതിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ഫുള്ള് ഫ്ലവേഴ്സാണ്. നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും ഗാർഡനാണ്, വാട്ടർ ഫൗണ്ടൈൻ അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ പേര് ഓൾഡ് കാസൽ സ്റ്റേഷൻ ആണ്. അവിടെ ഒരു ചെറിയൊരു കൂടാരം പോലെയാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് പോർട്ടുമരിയൻ്റെ വില്ലേജ് ഫുള്ള് മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇതാണ് ആ കൂടാരം. ഇതാണ് അതിന് മൊത്തത്തിലുള്ള സ്ട്രക്ചർ. ഇതാണ്. പിന്നെ അവിടെ നമ്മൾ മുകളിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളതാണ്. ഇവിടെയുള്ള മരങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ്. 120 ഏക്കറിലാണ് ഈ പ്രോപ്പർട്ടി ഇതിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം വലുതാണെന്നുള്ളത്. ഈ 120 ഏക്കറിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട്. പിന്നെ ഇതിൽ 70 ഏക്കർ അത് വുഡ്ലാൻഡിൻ്റെയാണ്. അതിലേക്കും നമുക്ക് ഈ സെയിം ടിക്കറ്റ് വെച്ച് തന്നെ ആക്സസ് ഉണ്ട്. അത്രയൊക്കെ നടന്ന് കാണണമെങ്കിൽ ഒരു ദിവസം പോരാ ആക്ച്വലി. ഇവിടെ ഒരുപാട് മൂവീസൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കാറുണ്ട്. ഈ കെട്ടിടങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴയ കെട്ടിടങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അത് വെച്ചിട്ട് പുനർനിർമ്മിച്ചതാണ് ഇവിടെ ഇത്. സർ ക്ലഫ് വില്യംസിൻ്റെ മെയിൻ ഐഡിയ എന്ന് വെച്ചാൽ തന്നെ മിനിമലിസം ആയിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ സാധനങ്ങൾ ഉപയോഗിച്ചത്. പിന്നെ അതുപോലെ തന്നെ വേറെ എടുത്തതെന്ന് വെച്ചാൽ പുള്ളിയുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇത് നേച്ചറിനെ കുറേ കൂടെ പ്രിസർവ് ചെയ്യുക, നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതൊക്കെയാണ്. ഈ സർ ക്ലഫ് വില്യംസ് ഒരു വലിയ പ്രകൃതി സ്നേഹിയായിരുന്നു. ട്രഡീഷൻസിനെയൊക്കെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യും. അത് എന്നും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള കടകളിൽ നമുക്ക് ഈ കൊത്തുപണിയുള്ള അങ്ങനെയുള്ള ശില്പങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. അതൊക്കെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ് അവിടെ. ടൂറിസ്റ്റിന് നമുക്കവിടെ കാണാൻ പറ്റും. നിറച്ച ആളാണ്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവിടെ, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ. പിന്നെ നമുക്കിതിൻ്റെ ടിക്കറ്റ് ഇതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും. നിങ്ങൾ അതിൻ്റെ റെഫറൻസ് നമ്പറും പിന്നെ അതിൻ്റെ ഇമെയിൽ കൺഫർമേഷനും കൂടെ കൊണ്ടുചെല്ലണം.
ഞാൻ മുൻപ് സൂചിപ്പിച്ച പോർട്ട് മേരിയൻ ഹോട്ടൽ ഈ ഭാഗത്താണുള്ളത്. ഇതിന് താഴെയിലൂടെ പോകുമ്പോൾ നമ്മൾ ബീച്ചിലേക്കാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. ഇതിന് വേറെ ആക്സസ് ഉണ്ട്, പക്ഷേ അത് ഹോട്ടലിലുള്ളവർ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ അങ്ങോട്ടുള്ള ആക്സസ്. നമ്മൾ അല്ലാതെ വരുന്ന വിസിറ്റേഴ്സ് ഈ വഴി വേണം പോകാൻ. നിങ്ങൾക്ക് കാണാം ഫുള്ള് ബിൽഡിങ്സ് എല്ലാം കൂടുതലും മെയിനായിട്ട് ഇറ്റാലിയൻ സ്റ്റൈലിൽ വെച്ചിരിക്കുന്ന വൈറ്റ് തീമാണ് മൊത്തത്തിലൊരിത്. ഇത് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് നമ്മൾ റിവറിൻ്റെ സൈഡിലേക്കാണ്. ഈ റിവറിൻ്റെ സൈഡിൽ കൂടെ കുറേ കൂടെ മുന്നോട്ട് പോയാലാണ് പോർട്ട് മെറിയൻ അവരുടെ തന്നെ പ്രൈവറ്റായ ഒരു ബീച്ച് തന്നെയുണ്ട്. In the crowd, in the club, at the bar, yeah, what's up? I saw you cross the room, yeah, glowing in the moonlight. I don't know where you've been, but I'm glad that you're here. Gonna take you by the hand and lead you to the dance floor. Girl, it's our time, just you and ഞാൻ മുമ്പ് പറഞ്ഞാലും നമുക്കൊരു ഫുൾ ഡേ ഉണ്ട് ഇത് കാണാനുണ്ടാണ്. കാരണം ഞങ്ങളിത് കുറച്ച് ലേറ്റായിട്ടാണ് ചെന്നത്, അതുകൊണ്ട് നമ്മൾ വേഗം എല്ലാം കയറി കാണുമായിരുന്നു. കുറച്ചൊന്നും കാണാൻ പറ്റിയിട്ടില്ലെന്ന് എനിക്കിപ്പോഴും തോന്നുന്നത്. ഇതൊക്കെ നല്ലൊരു ഫ്രെയിമാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. ഇതാ റിവറിൻ്റെ പാർട്ടാണ്. ഇതിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും നമുക്ക് ഈ റിവർ കാണാൻ പറ്റും. ഇപ്പം ഈ നടന്ന് പോകുന്ന ഈ ഏരിയയിൽ കൂടെ പോയിട്ടാണ് നമ്മൾ ആ ബീച്ചിലോട്ട് എത്തുന്നത്. പക്ഷേ അവിടെ താമസിക്കുന്ന ഹോട്ടലിലെ റെസിഡൻസ് അവർക്ക് വേറെ വഴിയുണ്ട് പോകാൻ വേണ്ടി, അവർക്ക് പ്രൈവറ്റ് ആക്സസ് ഉണ്ട്. ഇത് നമ്മൾ വിസിറ്റേഴ്സിന് വേണ്ടിയുള്ള ആക്സസ് ആണ് ഈ വഴി. ഞങ്ങൾ ചെല്ലുമ്പോൾ ആക്ച്വലി വെയിലിറക്കം ആയതുകൊണ്ട് ബീച്ചിൽ അങ്ങനെയൊന്നും കാണാനൊന്നും പറ്റിയൊന്നുമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ജസ്റ്റ് മുകളിൽ നോക്കിയിട്ട് ഞങ്ങൾ പോരുമായിരുന്നു ഇത്. ഇവിടെ നിന്നാണ് ബീച്ചിലേക്കുള്ള ഇത് ആക്സസ് കാണിക്കുന്നത്. അവിടെ വാർണിംഗ് സൈനൊക്കെ ഉണ്ട്. പോർട്ട് മേരിയോൺ സാൻഡ്സ് എന്നാണ് ബീച്ചിൻ്റെ പേര്. ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകണം. ആക്ച്വലി ഞങ്ങൾ അങ്ങോട്ടങ്ങ് പോയിട്ടില്ല. ഇത്രയും കയറേണ്ട നമ്മൾ തിരിച്ചു പോരുവായത്. പിന്നെ അവിടെ നിന്ന് വന്ന ഒരു കാട് പോലെയാണ് ഉള്ളിലേക്ക്. നമുക്ക് ട്രക്കിങ്ങിനൊക്കെ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഏരിയ ആണ്. ഇതിൻ്റെ ആക്ച്വലി ഞാൻ ഫുള്ളി കവർ ചെയ്തിട്ടില്ല, കാരണം ഞങ്ങൾ ഉള്ളിലേക്ക് പോകുന്നത് ഒരുപാടുണ്ട് വീഡിയോ. ഇതിങ്ങനെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ കുറേ മരങ്ങളും പിന്നെ ചൈനീസ് മോഡലിൽ നിർമ്മിച്ചിട്ടുണ്ട് കുറച്ച് ഏരിയ. നിങ്ങൾക്കാണെങ്കിൽ പോകുന്ന വഴി എല്ലാം പൂക്കളാണ്. നമ്മൾ എവിടെ നോക്കിയാലും അവിടെ ഇങ്ങനെ കുറേ തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും എൻ്റെ മനസ്സിലത് കാണുമ്പോൾ എപ്പോഴും വരുന്നൊരു ഹെവൻ എന്നുള്ള ഫീലാണ്. കാരണം നിറയും പൂക്കളും നല്ല എസ്തെറ്റിക് വൈബുള്ള കളേഴ്സും ആ ബിൽഡിങ്സൊക്കെ എങ്ങനെയാണ് നല്ലൊരു കാമിങ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റാണ്.
ഇതവരവിടെ പ്രൊട്ടക്ട് ചെയ്യുന്ന, പിന്നെ അതിൻ്റെ ഫുള്ളായിട്ടുള്ള മാപ്പാണ് ഈ കാണിക്കുന്നത്. ഈ കാണുന്ന ആക്ച്വലി വാട്ടർ ഫൗണ്ടെയിൻ ആണ്. ഫൗണ്ടെയിന് വെള്ളമൊക്കെ കഷ്ടിയാണ് വരുന്നത്. അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത്ര നല്ല ഭംഗിയായിട്ട് ആ ഏരിയ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്യാത്തതെന്ന്. അത്യാവശ്യം നമുക്ക് എൻട്രി ഫീ ആണെങ്കിലും 18 പൗണ്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് വിസിറ്റേഴ്സ് അവിടെ വരുന്നുമുണ്ട്. പിന്നെ അറിയില്ല എന്തുകൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാത്തതെന്ന്. അതും കൂടെ ഇതിൽ നിന്ന് ഒന്നുകൂടെ ഭംഗിയായത്. നമ്മൾ പോർട്ട് മെറിയൺ വില്ലേജ് എന്ന് അടിക്കുമ്പോൾ അതിൽ വരുന്ന പിക്ചറിൽ ഒരെണ്ണം ഈ ഭാഗമാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമായ സ്ഥലം. കാരണം ഇതിൻ്റെ എവിടെ നോക്കിയാലും നമുക്ക് ഓരോ ഫ്രെയിംസ് ആണ്. In the crowd, in the club, at the bar, yeah, what's up? I saw you cross the room, yeah, glowing in the moonlight. I don't know where you've been, but I'm glad that you're here. Gonna take you by the hand and lead you to the dance floor. Girl, it's our time, just you and I. Don't run, don't hide. No, I'll do ഈ നേരമൊക്കെ ആയപ്പോഴത്തേന് ഏതാണ്ട് ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി. അപ്പോൾ ഫുഡ് അന്വേഷിച്ച് നടക്കുവാണ്. കാരണം മെയിൻ കോഴ്സായിട്ടുള്ള അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കിട്ടണമെങ്കിൽ നമുക്കൊരു 3 o'clock വരെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന സ്നാക്സ് ഐറ്റംസ് ആണ് ഈ കോഫി, ടീ, കേക്ക്, അല്ല ഐസ്ക്രീം, അങ്ങനത്തെയൊക്കെയുള്ള ഫുഡ് ഉള്ളായിരുന്നു. ഞങ്ങൾ കയറിയിട്ട് പിന്നെ ഒരു കോഫിയും കേക്കും കൂടെ കഴിച്ച് ഞങ്ങൾ വിശപ്പടക്കി.
ഇനി നമ്മൾ പോകാൻ പോകുന്നതിൻ്റെ ടോപ്പ് വ്യൂയിലോട്ടാണ്. ടോപ്പിൽ നിന്ന് നമുക്ക് കാണുന്ന ഈ റിവറാണ്. റിവറിൽ വെള്ളമൊന്നുമില്ല. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇതിനുള്ളിലൂടെ നടക്കണം. ഫുള്ള് സീഷെൽസ് ഒക്കെ ആയിട്ടാണ്. ഒരു പ്രത്യേക ഒരു നല്ല തണുപ്പാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരിതെന്ന് വെച്ചാൽ നടന്ന് കുറേ ഞങ്ങൾ മടുത്തായിരുന്നു. കാരണം നമ്മൾ ഒന്ന് കണ്ടു കഴിയുമ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് തീരുമ്പോൾ അടുത്തതിൻ്റെ എൻട്രിയിലോട്ട് നമ്മൾ ചെല്ലുന്നത്. അങ്ങനെ ഇങ്ങനെ ഒന്ന് കയറി ഇറങ്ങി അവസാനം ആക്ച്വലി എക്സിറ്റിലെത്താൻ കുറേ സമയമെടുത്തു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പിന്നെ നമ്മൾ സ്നാക്സ് അങ്ങനത്തെ എന്തെങ്കിലും കരുതുവാണെങ്കിൽ കുഴപ്പമില്ല. പിള്ളേർക്ക് വിശക്കുകയും ദാഹിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അല്ലെങ്കിൽ ഇത് കണ്ട് തീരാൻ ഒരു ഫുൾ ഡേ നമുക്ക് ഒരു 1 ഡേ ടൂർ പോലെ പോവാം. ഇച്ചിരി ഹിസ്റ്ററിയും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്നുകൂടി ഇഷ്ടമാവും. ഓൾമോസ്റ്റ് ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കയറി വന്ന വഴിയാണ്, തിരിച്ചു പോകണം നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.